നമ്മുടെ ഇന്ത്യയിൽ ഉണ്ടാകണം. അതിനുവേണ്ടി ഞാൻ കൂടെ നിൽക്കും. ഇതേപോലുള്ള സ്ത്രീകൾ പറയുന്നത് നിങ്ങൾ കേൾക്കരുത്. നമ്മൾ സ്ത്രീകൾ നിൽക്കരുത്. ഓക്കെ, അല്ലല്ല ഇവരെ അല്ലല്ല രണ്ടുപേരും അടിമത്തത്തിൽ. നിങ്ങൾ എന്റെ വീട്ടിലിരുന്നത് എന്തിനു പറഞ്ഞു? വീട്ടിലിരുന്നത് എന്തിനു പറഞ്ഞു? നമസ്കാരം എല്ലാ മാന്യ പ്രേക്ഷകർക്കും തമ്മിൽ തല്ലിലേക്ക് സ്വാഗതം. കഴിഞ്ഞ എപ്പിസോഡുകൾ നമ്മൾ ആരും മറക്കില്ല. അത്രയധികം തമ്മിൽ തല്ലിയാണ് നമ്മുടെ അതിഥികൾ ഇവിടെ നിന്ന് പിരിഞ്ഞു പോയത്. വളരെയധികം പണിപ്പെട്ടാണ് രണ്ട് അതിഥികളെയും നമ്മൾ തിരിച്ച് ഈ ഒരു പാനൽ ചർച്ചയിലേക്ക് വിളിച്ചിരിക്കുന്നത്. നമുക്ക് അവരെ ആദ്യം സ്വാഗതം ചെയ്യാം. ആട്ടക്കലാശം എന്ന ആക്ഷേപഹാസ്യ പരിപാടിയിലൂടെ നിങ്ങൾക്ക് മുന്നിലെത്തിയ ശ്രീമാൻ ഹർഷകുമാർ, അതിലെ തന്നെ നമ്മുടെ കഥാപാത്രമായ ശ്രീമതി അനുശ്രീ പൊയ്കമുക്ക്. ഇപ്പോൾ രണ്ടുപേർക്കും ചർച്ചയിലേക്ക് സ്വാഗതം. സമകാലിക വിഷയങ്ങളെ നിങ്ങൾ തന്നെ ആട്ടക്കലാശം എന്ന പ്രോഗ്രാമിലൂടെ ജനങ്ങളിലേക്ക് എത്തുമ്പോൾ ഒരുപാട് സന്ദേശങ്ങളാണ് അവർക്ക് ലഭിക്കുന്നത്. അതിലൂടെ തന്നെ നമ്മൾ ഇന്നത്തെ ഓരോ ദിവസത്തെയും ഇത്തരത്തിലുള്ള വിഷയങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ കേരളം ഉണ്ടായതിനു ശേഷവും അല്ലെങ്കിൽ സ്ത്രീ പുരുഷൻ എന്ന രണ്ട് ജെൻഡർ ഉണ്ടായതിനു ശേഷവും അവിടെ തന്നെ ഒരുപാട് വ്യത്യാസങ്ങൾ ഒരു സാഹചര്യമാണ്. ഇന്നും അത് മാറാത്ത ഒരു സാഹചര്യമാണ്. സ്ത്രീയാണോ പുരുഷനാണോ അല്ലെങ്കിൽ സ്ത്രീകൾക്കാണോ പുരുഷന്മാർക്കാണോ കൂടുതൽ പരിഗണന ലഭിക്കേണ്ടത് എന്നൊരു സാഹചര്യം, അതാണ് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ ചർച്ച ചെയ്തത്. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ഒരുപാട് വിഷയങ്ങളുണ്ട്. സ്ത്രീകളും പുരുഷന്മാരും അവർ തമ്മിലുള്ള അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള വഴക്കുകളൊക്കെ കൂടി വരുന്ന ഒരു സാഹചര്യമാണ്. അപ്പം നമ്മുടെ ഒരു ചോദ്യം എന്തെന്ന് വെച്ചാൽ, വിവാഹത്തിന് മുൻപ് സ്ത്രീകളോട് അല്ലെങ്കിൽ പുരുഷന്മാരോട് നല്ല സ്നേഹം കാണിക്കുന്നു, വിവാഹശേഷം അവർ തമ്മിലുള്ള ബന്ധം പിരിഞ്ഞു പോകുന്നു. ശരിക്കും ഈ ഒരു വിവാഹത്തിന് ശേഷം സ്ത്രീക്കാണോ പുരുഷനാണോ പ്രശ്നം വരുന്നത്, അല്ലെങ്കിൽ അവിടെ ആരുടെ ഭാഗത്താണ് തെറ്റ് എന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ ഒരു ചർച്ചാ വിഷയം. അപ്പം എന്താണ് മാഡം സാർ നിങ്ങളുടെ ഒരു അഭിപ്രായത്തിൽ? ആദ്യമായി ഞാൻ പറയാം, പുരുഷന്മാരാണ് ഏറ്റവും മികച്ചത്. അല്ല, പുരുഷന്മാരുടെ ഭാഗത്താണ് തെറ്റ് എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. തെറ്റ് അവിടെ നിൽക്കട്ടെ, പുരുഷന്മാരാണ് സമൂഹത്തിൽ ഏറ്റവും മികച്ചു നിൽക്കുന്ന ആൾക്കാർ. മാഡം പുരുഷന്മാർ തന്നെയാണോ? അപ്പൊ നമ്മൾ സ്ത്രീകളാരും മികച്ചു നിൽക്കുന്നില്ല എന്നുള്ള അഭിപ്രായത്തോടാണോ മാഡം യോജിക്കുന്നത്? ഒന്നും മിണ്ടാതെ ഇരിക്കുമ്പോൾ നമുക്ക് അങ്ങനെ പറയേണ്ട ആവശ്യമില്ലല്ലോ. നമ്മളാണ് മികച്ചത് എന്നുള്ളത് നമുക്ക് മറ്റുള്ളവർക്കും അറിയാവുന്ന കാര്യമാണ്. ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നടക്കേണ്ട ആവശ്യം ഇല്ല. അവിടെ മാഡം തോറ്റു, അതാണ് സൈലന്റ് ആയി. അതാണ് ഉദാഹരണം. എനിക്ക് പറഞ്ഞുകൊണ്ട് നടക്കേണ്ട ആവശ്യമില്ലെന്നാണ് മാഡത്തിന്റെ ആ ഒരു മൗനത്തിൽ അവസാനം പറയുന്ന രീതിയാണ്. അവസാനം പറയുന്നത് അങ്ങനെ ആയിക്കോട്ടെ, എനിക്കിപ്പോ അയാളെ ബോധിപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെ വിവാഹശേഷം ആ ഒരു ബന്ധം നിലനിൽക്കാത്തതിന്റെ പ്രധാന കാരണം പുരുഷന്മാർ തന്നെയാണ്. കാര്യം ഒരു പെൺകുട്ടിയെ മാരേജ് ചെയ്യുമ്പോഴേ ആഗ്രഹിക്കുന്നത് ആ പെൺകുട്ടിയുടെ അടുത്തുള്ള സ്നേഹം കൊണ്ടോ അല്ലെങ്കിൽ പരിഗണന കൊണ്ടോ ഒന്നും അല്ല കെട്ടുന്നത്. പണം, സ്ത്രീധനം എന്നുള്ള ഒരൊറ്റ പേര് അത് മോഹിച്ച് കെട്ടുന്നവരാണ് മിക്കതും. അപ്പോൾ ആ സ്ത്രീധനം കിട്ടുന്ന സ്വർണത്തിന്റെ അളവ് കുറഞ്ഞു വരുന്തോറും ആ പെൺകുട്ടിയെ വലിച്ചെറിയാനുള്ള ആ ഒരു സാധ്യത കൂടിക്കൂടി വരികയാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഈ ഒരു വിവാഹശേഷം പുരുഷന്മാർക്ക് വീണ്ടും നമ്മൾ സ്വർണ്ണവും പണമൊക്കെ വീട്ടുകാർ കൊടുത്തുകൊണ്ടിരുന്നാൽ പുരുഷന്മാർക്ക് ആ സ്ത്രീയോട് സ്നേഹം കൂടും. കുറഞ്ഞാൽ ഇല്ല. പറയാൻ അനുവദിക്കൂ. എല്ലാ പുരുഷന്മാരും ആ ഒരു തട്ടിലല്ല. ഈ പറയുന്ന സ്ത്രീകൾ തന്നെ ആ വീട്ടിൽ പോയിട്ട് അവരവിടെ ചെല്ലുമ്പോൾ അവരുടെ സ്വഭാവം തന്നെ മാറും. പിന്നെ ഈ ഭർത്താവിനെ സ്വന്തമാക്കണം, മറ്റുള്ളവരെ എല്ലാം ഒഴിവാക്കേണ്ട ഒരു രീതി, അങ്ങനെയുള്ള ഒരു രീതിയിലോട്ട് പോകുമ്പോഴാണ് ആ കുടുംബത്തിൽ കൂടുതലായിട്ടും കുഴപ്പങ്ങൾ ഉണ്ടാകുന്നത്. അതെന്ത് മാഡം തിരിച്ചറിയുന്നില്ല? അങ്ങനെ ഒരു സംഭവമേ ഉണ്ടാകുന്നില്ല അവിടെ. ഈ അമ്മായി അല്ലെങ്കിൽ നാത്തൂനുമായിട്ട് അല്ലെങ്കിൽ വീട്ടുകാരെ അകറ്റി നിർത്തുന്നു എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അവരുടെ ക്യാരക്ടർ അങ്ങനെ ആയതുകൊണ്ടായിരിക്കാം. ഈ പുരുഷൻ എന്ന വ്യക്തി എന്താണ് ചെയ്യണമെന്ന് അറിയുമോ? കല്യാണം കഴിഞ്ഞിട്ട് സ്ത്രീയുടെ അടുത്ത് അമ്മയുടെയും സഹോദരങ്ങളുടെയും കുറ്റം പറയും. കല്യാണം കഴിക്കുന്ന പെണ്ണിൻ്റെ അടുത്ത്, എന്നിട്ട് തിരിച്ച് പെണ്ണിൻ്റെ കുറ്റം പോയി അമ്മയെടുത്ത് സഹോദരടുത്ത്. ഇങ്ങനെ ഒരു രണ്ട് വള്ളത്തിലും ചവിട്ടിയുള്ള ഒരു നിൽപ്പുള്ള പുരുഷന്മാരുടെ ഇടയിലാണ് ഇങ്ങനെയുള്ള ഒരു പ്രശ്നം ഉണ്ടാകും. ഇല്ല ഞാൻ പറഞ്ഞുതരാം. അത് വന്നിട്ട് അവർ വർഷങ്ങളോളം കൊച്ചുകുട്ടിയായിരുന്നപ്പോൾ പോലും സഹോദരങ്ങളായി കൂടപ്പിറപ്പുകളായി കൂടെ ജീവിച്ചു വരുന്നവരാണ് ഈ സഹോദര ബന്ധത്തിൽപ്പെട്ട് ഇങ്ങനെ കല്യാണം കഴിക്കാൻ പോകുന്ന പുരുഷന്മാർ. അങ്ങനെ ഉള്ളിടത്ത് കുത്തിത്തിരിപ്പുണ്ടാക്കാൻ വരുന്ന സ്ത്രീകളാണ് കൂടുതലും നമ്മുടെ സമൂഹത്തിലുള്ളത്. ഇങ്ങനെയുള്ള സമൂഹത്തിലുള്ള സ്ത്രീകളെ ഒറ്റപ്പെടുത്തേണ്ടത് ആവശ്യമാണ്. ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ മാത്രമാണ് ഈ മറ്റ് നടപടികൾ അല്ലെങ്കിൽ ഡൈവേഴ്സ് തുടങ്ങിയ മറ്റ് നടപടികളിലോട്ട് മുന്നോട്ട് പോകുന്നത്. എന്തുകൊണ്ട് സ്ത്രീകൾ അതിനെക്കുറിച്ച് പറയുന്നില്ല? പുരുഷന്മാരെ മാത്രം കുറ്റം പറയുന്നത് എന്തിൻ്റെ അടിസ്ഥാനത്തിൽ?
എന്തോ മാഡത്തിനൊന്നും മിണ്ടാറില്ലേ? അങ്ങനെ ഒരു സംഭവമേ ഉണ്ടാവുന്നില്ല. ഈ കുട്ടിക്കാലം മുതൽക്കേ ഈ ഭർത്താവ് വീട്ടിൽ നിൽക്കുന്നു എന്നൊക്കെ പറയണം, അത് മറ്റൊരു ഘട്ടം. കല്യാണം കഴിഞ്ഞ് ചെല്ലുമ്പോൾ അത് മറ്റൊരു ഘട്ടം. ഈ കുട്ടിക്കാലം മുതൽക്കേ അമ്മ അല്ലെങ്കിൽ സഹോദരങ്ങളുടെ അടുത്ത് നിൽക്കുന്നു, ജോലിയൊക്കെ ചെയ്ത് കൊണ്ടുവരുന്ന പൈസ ഒരു പ്രായം വരെ ഇവർ കൈകാര്യം ചെയ്യുന്നു. അതിനുശേഷം പുതിയൊരു പെൺകുട്ടിയെ ആ കുടുംബത്തിലേക്ക് കൊണ്ടുവരുമ്പോൾ അവൾക്ക് ഡ്രസ്സ് എടുത്ത് കൊടുക്കുന്നു, അല്ലെങ്കിൽ അവൾക്ക് ഫുഡ് വാങ്ങിക്കൊടുക്കുന്നു, അവളുടെ കാര്യങ്ങളെല്ലാം ഇവ നോക്കുന്നു. അമ്മയ്ക്കൊന്നും കൊടുക്കുന്നില്ല, പണ്ടത്തെ പോലെ ശ്രദ്ധിക്കുന്നില്ല എന്നുള്ള ഒരു കാര്യം. ഒരു കുടുംബം ആകുമ്പോൾ എന്ത് ചെയ്യണം? ഈ ഭർത്താവിനെയും ഭാര്യയെയും അവരുടെ വഴിക്കങ്ങ് വിട്ടേക്കണം. അല്ലാതെ വീണ്ടും പണ്ടത്തതുപോലെ എൻ്റെ അമ്മയെയും അല്ലെങ്കിൽ നാത്തൂനെയും ഒക്കെ നോക്കണം എന്നുള്ള ആ ഒരു വാശി ഈ അമ്മ അല്ലെങ്കിൽ ഈ നാത്തൂൻ എന്ന് പറയുന്ന വ്യക്തികളൊക്കെ അങ്ങ് മാറ്റണം. കാര്യം എന്ന് വെച്ചാൽ അതൊരു കുടുംബമാണ്, അവരെ അവരുടേതായ രീതിക്ക് ജീവിക്കണം. ഇത് അല്ല, അതാണ് മാഡം ഞങ്ങൾക്കും പറയുവാനുള്ളത്. ഞങ്ങൾക്ക് പുരുഷന്മാർക്ക് പറയുവാനുള്ള ഒരു കാര്യം അതാണ്. ആ വീട്ടിൽ പോയിട്ട് മറ്റുള്ള സഹോദരങ്ങളെ അല്ലെങ്കിൽ ആ വീട്ടിലെ ആ പയ്യൻ്റെ അമ്മയെ അവരെ യോജിപ്പിച്ചു കൊണ്ടുപോകാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ട് പോകണതായിരിക്കണം സ്ത്രീ. അല്ലാതെ അവിടെ പോയി കുഴപ്പങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് വാടകയ്ക്ക് പോകുന്ന രീതി. സ്വന്തം വീടുള്ള ഒരു ഒരാളാണെങ്കിൽ അവരെയും കൊണ്ട് വാടകയ്ക്ക് പോകുന്ന രീതിയിൽ ഉൾപ്പെടെ പക്വതയില്ലാത്ത രീതിയിലുള്ള പെൺകുട്ടികളാണ് ഇപ്പോൾ ഈ സമൂഹത്തിലുള്ളത്. അങ്ങനെ ഉള്ളിടത്താണ് ഇങ്ങനെയുള്ള നിരവധി വിഷയങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് എപ്പോഴും ഞാൻ പറയാം, പുരുഷന്മാർക്ക് സ്വതന്ത്രമായിട്ട് തന്നെ ഒരു നിയമം തന്നെ ഇവിടെ കൊണ്ടുവരണമെന്നാണ് എനിക്ക് പറയുവാനുള്ളത്. സ്വതന്ത്രമായിട്ടൊരു നിയമം കൊണ്ടുവരണമെന്ന് ഇയാൾ പറയുന്നു. നിങ്ങൾ ഇങ്ങനെ വാക്കുകൾ വളരെ ഉപയോഗിച്ചു. മാഡം, നിങ്ങൾ വിളിച്ചിട്ടാണ് ഞങ്ങൾ വന്നത്. വാക്കുകൾ വളരെ സൂക്ഷിച്ച് ഉപയോഗിക്കണം. അങ്ങനെ പറയാൻ പറ്റൂ. കാര്യം നമുക്കിപ്പോൾ സ്ത്രീകൾക്ക് പരിഗണനയും നിയമങ്ങളും ഒക്കെ അനുകൂലമാണെങ്കിൽ പോലും ഒരു രാത്രി പോലും എന്തുകൊണ്ട് ഒരു സ്ത്രീക്ക് ഒരു 10 മണി കഴിഞ്ഞാൽ, ഇപ്പോൾ പണ്ടൊക്കെ ആണെങ്കിൽ 6 മണി കഴിഞ്ഞ് സ്ത്രീകൾ പുറത്തിറങ്ങാറില്ല, ഇപ്പോൾ ഒരു 10 മണി വരെയൊക്കെ കാലം മാറിയത് കൊണ്ട് പുറത്തിറങ്ങുന്ന സ്ത്രീകളുണ്ട്. അത് കഴിഞ്ഞാൽ എന്തുകൊണ്ട് ഒറ്റയ്ക്ക് ഒരു സ്ത്രീക്ക് പുറത്തിറങ്ങാൻ പറ്റുന്നില്ല? അത് ഈ നികൃഷ്ടരായ ഈ പുരുഷന്മാരുടെ ഒരു രീതി കൊണ്ട് ഇല്ല. നിങ്ങൾക്ക് അങ്ങനെ പറയല്ലോ. നിങ്ങൾക്ക് തിരുവനന്തപുരം ടൗണിനകത്ത് ഇറങ്ങുന്നതിന് എന്തെങ്കിലും ഇതുണ്ടോ? നിങ്ങൾക്ക് ഏത് പാതിരാത്രി വേണമെങ്കിലും പോലീസ് പ്രൊട്ടക്ഷൻ തരുന്നതിന് വേണ്ടി സർക്കാർ അതിനുള്ള മുൻപന്തിയിൽ നിൽക്കുകയാണല്ലോ. ആ SHO വാഹനം തന്നെ നിങ്ങൾക്ക് സ്ത്രീകൾക്ക് തരികയല്ലേ? അപ്പൊ പിന്നെ എന്തിനാ നിങ്ങൾ അങ്ങനെ പറയുന്നത്? 2 മണിക്കായാലും ഒരു സ്ത്രീക്ക് പരിഗണന, അതായത് തന്നെ ഈ ഒരുപാട് പുരുഷവർഗത്തിൽപ്പെട്ട പോലീസുകാർ തന്നെ ഈ സ്ത്രീകളെ പീഡിപ്പിച്ച ഒരുപാട് കേസുകൾ നമുക്കറിയാം. അപ്പോൾ പിന്നെ അവരെ എങ്ങനെ വിശ്വസിക്കും? അതാണ് എനിക്ക് ചോദിക്കാൻ. അത് മാഡം ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. എങ്കിലും അത് ഒരു വിഭാഗത്തിലുള്ള നെറികെട്ട പോലീസുകാരന്മാരാണ്, അങ്ങനെയുള്ള പോലീസ് ഉദ്യോഗസ്ഥന്മാരാണ്. അത് അവന്മാർക്ക് അമ്മയും പെങ്ങന്മാരെയും തിരിച്ചറിഞ്ഞുകൂടാത്ത രീതി. ആ കാറ്റഗറിയിൽ ആണുങ്ങളെ മാഡം കൂട്ടരുത്. അത് നിങ്ങളെ പെൺവർഗത്തിലോട്ട് താമസിക്കാതെ ഞങ്ങൾ അങ്ങോട്ട് തരാൻ വേണ്ടി ഇരിക്കുന്ന കുറെ ആണുങ്ങൾ ഇതിലുണ്ട്. കുറച്ച് ദിവസം കഴിയുമ്പോൾ നിങ്ങൾക്ക് അങ്ങോട്ട് പെൺവർഗത്തിലോട്ട് ഞങ്ങൾ തരാം. അങ്ങനെയുള്ള നെറികെട്ടവരുണ്ട്. അത് മാഡം പറയുന്നത് കുറച്ച് ശരിയാണെങ്കിൽ എല്ലാ ആണുങ്ങളെയും അല്ലെങ്കിൽ എല്ലാ പുരുഷന്മാരെയും ആ ഒരു കാറ്റഗറിയിൽ കാണുന്നത് ശരിയല്ല. അത് തന്നെയാണ് എനിക്കും പറയാം. പിന്നെ എനിക്ക് പറഞ്ഞൂടെ, എല്ലാ സ്ത്രീകളെയും ഇയാൾ കാണുന്ന ആ ഒരു കാറ്റഗറി കാണേണ്ട ആവശ്യമില്ല. എല്ലാ സ്ത്രീകളും മാഡം ഇയാള് എന്നുള്ള വാക്ക് ഉപയോഗിക്കാൻ പാടില്ല. അതെ, ഇയാള് എന്നുള്ള വാക്ക് ഉപയോഗിക്കാൻ പാടില്ല. എങ്കിൽ ഞാനും ബഹുമാനമില്ലാതെ ഉപയോഗിക്കും. താങ്കളും ആ ഒരു രീതിയിൽ തന്നെ. അതെ, താങ്കൾ അങ്ങനെ ഉപയോഗിക്കും. അദ്ദേഹം താങ്കൾ അതുപോലുള്ള രീതിയിൽ വാക്കുകൾ ഉപയോഗിക്കാൻ പഠിക്കൂ. അപ്പൊ ഇങ്ങനെയുള്ള ഒരു സ്ത്രീ ആണെങ്കിൽ ഒരു കുടുംബത്തിൽ പോയാൽ എന്ത് സംഭവിക്കും? ഇതേപോലെ പുരുഷന്മാരെ അനുസരിക്കാത്ത ഒരു സ്ത്രീ ആയാൽ അവിടെയാണ് കണ്ടോ, പുരുഷന്മാരെ അനുസരിക്കുക. അയാളുടെ വായിൽ നിന്ന് തന്നെ അത് വന്നു. എന്തിനു പുരുഷന്മാരെ അനുസരിക്കണം? കല്യാണം കഴിഞ്ഞ് വന്നിട്ട് അവർ വരച്ച വരയിൽ ജീവിക്കണം, അവരെ അനുസരിച്ച് ജീവിക്കണം. അതെന്തോ അടിമത്വമല്ലേ അത്? അപ്പോൾ എന്താണ് ഇവർ ഉദ്ദേശിക്കുന്നത്? അപ്പോൾ അങ്ങനെ ജീവിക്കണമെന്ന് ഓരോ പുരുഷനും വിചാരിക്കുമ്പോൾ പുരുഷന്മാർക്ക് അങ്ങനെ വിചാരിക്കുന്ന ഈ പുരുഷന്മാർക്ക് ഒരു സംഘടന അല്ലെങ്കിൽ പ്രത്യേകം ഒരു ലോ കൊണ്ടുവന്നാലുള്ള അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിയ സ്ത്രീകളുടെ ഒരു അവസ്ഥ. സ്ത്രീകളെ അടിമയാക്കുന്ന ഒരു നിലപാടെന്നാണ് മാഡം പറയുന്നത്. അല്ല, പുരുഷന്മാർക്ക് പ്രത്യേകിച്ച് ഒരു നിയമം തന്നെ കൊണ്ടുവരണം. കാരണം കണ്ടില്ലേ, ഇതേ കണക്കുള്ള സ്ത്രീകളെയാണ് താങ്കൾ മര്യാദയ്ക്ക് സംസാരിക്കണം. സ്ത്രീകൾ എന്ന വാക്കാണ് ഞാൻ ഉപയോഗിച്ചത്. നിങ്ങളിപ്പം മനുഷ്യാവകാശ കമ്മീഷനിൽ ഉൾപ്പെടെ സ്ത്രീകൾ എന്ന വാക്ക് ഉപയോഗിക്കാൻ പാടില്ല എന്നുള്ളൊരു ഇത് കൊടുത്തിട്ടുണ്ട്. എന്തായാലും അത് പ്രാബല്യത്തിൽ വന്നിട്ടില്ല. അതുകൊണ്ട് മാത്രമാണ് ഞാൻ മാഡത്തിന് സ്ത്രീകൾ എന്ന് അതിസംബോധന ചെയ്യുന്നത്. പ്രാബല്യത്തിൽ വന്നില്ല എന്ന് പറയുന്നു. പ്രാബല്യത്തിൽ വന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. സ്ത്രീധനം വാങ്ങുന്നത് കൊടുക്കുന്നതൊക്കെ തെറ്റാണ്. അല്ല, സ്ത്രീധനം നിങ്ങൾ കൊടുത്തിട്ടല്ലേ പുരുഷന്മാർ വാങ്ങുന്നത്?
കൊടുക്കുന്നതെന്ന് വെച്ചാൽ ആ ഒരു രീതിയിലുള്ള ഇതാണ് കാണിക്കുന്നത്. സ്ത്രീകൾ കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ പിന്നെ അത് 100 പേരെ അറിയിക്കും. പിന്നെ അത് നിങ്ങൾ പറയുന്നത് ശരിയല്ലല്ലോ. നിങ്ങളുടെ ഏതെങ്കിലും പുരുഷന്മാർ നിങ്ങളുടെ വീട്ടിൽ വന്ന് സ്ത്രീധനം ചോദിക്കുന്നുണ്ടോ? എത്രയോ പേർ എനിക്കറിയാം. അതിന്റെ തെളിവ് നിങ്ങൾ കൊണ്ടുവരൂ. ആ പുരുഷനെ ഞങ്ങൾ മുന്നിൽ കൊണ്ടുവരാം, അല്ല നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാം. എനിക്കൊരു കാര്യം ചെയ്യും, ഈ സ്ത്രീധനം കൊടുക്കുന്ന ആൾക്കാരുടെ തെളിവ് താങ്കളും കൊണ്ടുവരും. സ്ത്രീധനം ഞങ്ങൾ കൊടുക്കുന്നില്ലല്ലോ. പുരുഷന്മാർ എവിടെ സ്ത്രീധനം വാങ്ങിക്കുന്നു? ആദ്യം നിങ്ങൾ ഈ ഇരിക്കുന്ന എന്താണ് ചർച്ച എന്നുള്ള വിഷയത്തെ കുറിച്ച് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക. എന്തെങ്കിലും പുരുഷന്മാരെ അധിക്ഷേപിക്കാൻ മാത്രം നിങ്ങളുടെ നടപടിയിലോട്ട് പോവാതെ എന്താണ് നിങ്ങൾ പുരുഷന്മാർ എന്താണ് നിങ്ങൾക്ക് ഒരു അച്ഛനുണ്ടായി, സഹോദരനുണ്ട്, അതേപോലെ മക്കളുണ്ടെങ്കിൽ ഒരു ആൺമക്കളുണ്ട്. അപ്പൊ പുരുഷന്മാർ എന്താണ് എന്നുള്ള കാര്യം നിങ്ങൾ ആദ്യം മനസ്സിലാക്കൂ. സ്ത്രീകളെ പോലെ അതേപോലത്തെ സമത്വമുള്ള ആൾക്കാർ തന്നെയാണ് പുരുഷന്മാർ. ഇല്ല, മുൻപന്തിയിൽ പുരുഷന്മാർ വരണം, മുൻപന്തിയിൽ വരണം എന്നാ ഞങ്ങൾക്ക് പറയുവാനുള്ളത്. അതെ, പുരുഷന്മാർക്കായി തന്നെ ഒരു പ്രധാനമായ ഒരു സംഘടന തന്നെ, നിയമം തന്നെ, ലോ തന്നെ ഇവിടെ കൊണ്ടുവരണം. ആ ഒരു അഭിപ്രായത്തോട് ഞങ്ങൾ സ്ത്രീ വർഗത്തിൽപ്പെട്ട ആര് യോജിക്കുന്നു? എന്തുകൊണ്ട്? നിങ്ങൾക്ക് പ്രത്യേക നിയമം ഉണ്ടല്ലോ. ഇപ്പൊ തന്നെ നിങ്ങൾ പറഞ്ഞു രാത്രി 12 മണി കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്വൈര്യമായി നടക്കുവാനുള്ള സാഹചര്യം ഇല്ലാന്ന്. നിങ്ങൾക്ക് പോലീസ് പ്രൊട്ടക്ഷൻ ഉൾപ്പെടെ നിങ്ങൾക്ക് തരുന്നുണ്ട് നിയമം. ഇവിടെ ഒരു സ്ത്രീകൾക്കും അങ്ങനെ ഒരു പോലീസ് പ്രൊട്ടക്ഷൻ കൊടുക്കുന്നതായിട്ട് എനിക്കറിയാം. നിങ്ങൾ വിളിച്ചു നോക്കിയിട്ടുണ്ടോ? കേരള പോലീസിനെ നിങ്ങൾ വിളിച്ചു നോക്കിയിട്ടുണ്ടോ? അങ്ങനെ ഒരു നിയമമുണ്ട്. നിയമമുണ്ടെങ്കിൽ അത് എത്രമാത്രം നടപ്പാക്കുന്നു എന്നുള്ളത് വേണം നമ്മൾ ചിന്തിക്കാൻ. അത് നിങ്ങളെ അതിനെ കുറിച്ചുള്ള ഒരു അവലോകനം നടത്തുക, നിങ്ങൾ നടത്തുക, എന്നിട്ടല്ലേ ബാക്കിയുള്ള കാര്യങ്ങൾ അത് നിങ്ങൾ നടത്തുക. അപ്പൊ എന്തായാലും ഞാനിവിടെ പറയുന്ന പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ ഒരു പുരുഷ സംഘടന എന്ന ആശയം ഞങ്ങൾക്ക് വേണം. അതോടൊപ്പം സ്ത്രീകളെക്കാളും മുൻപന്തിയിൽ നിൽക്കുന്ന പുരുഷന്മാർ എന്ന് ഞാൻ തറപ്പിച്ച് പറയും. ഇപ്പോൾ തന്നെ ഒരു വിവാഹം കഴിഞ്ഞതിന് ശേഷം പെൺകുട്ടിക്ക് സൗന്ദര്യമില്ല എന്ന് പറഞ്ഞ ഒരു പുരുഷനെ നമുക്ക് കാണാൻ സാധിച്ചു. അദ്ദേഹത്തിനെതിരെ ആരോഗ്യ വകുപ്പ് കേസെടുത്ത് ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടിരിക്കുകയാണ്. അപ്പൊ ഈ ഒരു വിവാഹം കഴിയുന്നതിന് മുൻപേ ആ ഒരു സ്ത്രീയെ കുറിച്ച് അല്ലെങ്കിൽ ആ ഒരു പെൺകുട്ടിയെ കുറിച്ച് അദ്ദേഹത്തിന് ബോധമില്ലായിരുന്നോ? സൗന്ദര്യമില്ലേ എന്നുള്ളത് അദ്ദേഹം വിവാഹത്തിന് ശേഷമാണ് ചിന്തിക്കുന്നത്. അല്ല, അതിനാണ് ഞാൻ ആദ്യം പറഞ്ഞൊരു കാര്യം. ആ വീട്ടിൽ പോയതിന് ശേഷം ആ കുടുംബത്തിലുള്ള ആ പുരുഷന്റെ അമ്മയും മറ്റ് ബന്ധുക്കളെ ഉൾപ്പെടെ ഈ സ്ത്രീ നാമാവശേഷമാക്കി കാണും. വാക്കുകൾ കൊണ്ട് അല്ലെങ്കിൽ പ്രവൃത്തി കൊണ്ട് അങ്ങനെ ആയി കാണും. വേണ്ടി പറയുന്ന കാര്യമാണ് അത്. സ്ത്രീധനത്തിന്റെ പേരിലും സൗന്ദര്യത്തിന്റെ പേരിലും ജോലി ഇല്ല എന്നുള്ള പേരിലുമാണ് ആ കുട്ടി ആത്മഹത്യ ചെയ്തത്. അല്ലാതെ ഇതും അതുമായിട്ട് യാതൊരു ബന്ധവും ഇല്ല. അല്ല, നിങ്ങൾ അത് അങ്ങനെ പറഞ്ഞുകൊണ്ട് തീർക്കണ്ട. ആ സ്ത്രീക്ക് അവിടെ സ്വഭാവ ശുദ്ധി കാണത്തില്ല, അതുകൊണ്ട് മാത്രമായിരിക്കാം. ഇതാണ് ആണുങ്ങളുടെ കുഴപ്പം. ഒരു വീട്ടിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായി അപ്പോഴേ പറയും ആ സ്ത്രീയുടെ സ്വഭാവം ശരിയല്ല, ആ സ്ത്രീയുടെ സ്വഭാവ ശുദ്ധി ശരിയല്ല. അത് എന്ത് അർത്ഥത്തിലല്ല സമൂഹം അല്ല അതുപോലെയുള്ള സ്ത്രീ സമൂഹങ്ങളാണ് നിങ്ങളെ കൂടെ ഉള്ളത്. ഇപ്പൊ തന്നെ വാളയാർ കേസ്, യഥാർത്ഥത്തിൽ എന്താ സംഭവം? ആ പിഞ്ചോമനകളെ കണ്ട കാട്ടാളന്മാർക്ക് കൂട്ടിക്കൊടുത്ത രീതിയിലാണ് ആ അമ്മ പ്രവർത്തിച്ചത്. ആ അമ്മയ്ക്ക് പിന്നിൽ ഒരു പുരുഷനുണ്ടായിരുന്നു പ്രേരണയ്ക്ക്. അതെ, ആ പുരുഷന്റെ മുന്നിൽ വെച്ചാണ് അവർ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടത്. ആ പുരുഷനാണ് ആ സ്ത്രീയെ പ്രേരിപ്പിച്ചത് ഈ കുട്ടികളെ കൊല്ലുന്നതിന് വേണ്ടി. എവിടെ? ആ കുട്ടികളെ മുന്നിൽ വെച്ചാണ് ഈ പുരുഷനും സ്ത്രീയും കൂടെ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടത്. ഇങ്ങനെയുള്ള നീചമായ പ്രവൃത്തികൾ ചെയ്തതും സ്ത്രീകളാണ്. ഒരു സ്ത്രീ മാത്രം വിചാരിച്ചതുകൊണ്ട് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാൻ പറ്റൂ? അതിൽ പുരുഷൻ ഇല്ലായിരുന്ന? അപ്പൊ പുരുഷൻ എന്താ നല്ല ഉള്ളയോ? അല്ല, നിങ്ങൾ കഴിഞ്ഞ ചർച്ചയിൽ ഞങ്ങളോട് പറഞ്ഞത് അങ്ങനെയല്ലല്ലോ. സ്ത്രീ ഭയങ്കര വിദ്യാഭ്യാസമുള്ള ആളാണ്, സ്ത്രീക്ക് ഒറ്റയ്ക്ക് എന്ത് വേണോ ചെയ്യാം. ഞാൻ അപ്പോൾ പറഞ്ഞ എന്താണ് മാഡം? എപ്പോഴും ഒരു പുരുഷൻ ഒരു സ്ത്രീയുടെ ഉയർച്ചയ്ക്ക് മുന്നിലുണ്ട് എന്നാണ്. അതുകൊണ്ടാണ് ഞാൻ തറപ്പിച്ചു പറയുന്നത് പുരുഷവർഗം എപ്പോഴും സ്ത്രീകൾക്ക് മുന്നിലാണ്. എങ്കിൽ പിന്നെ എനിക്കും പറയാലോ, ഒരു പുരുഷന്റെ വിജയത്തിന് പിന്നിൽ ഒരു സ്ത്രീ ഉണ്ടാകും. അപ്പോൾ പിന്നെ സ്ത്രീകളല്ലേ വലുത്? ഇല്ലാന്ന് ഞങ്ങൾ പറയുന്നില്ലല്ലോ. നിങ്ങളെ കണക്കുള്ള ഒരു ചുരുക്കം ശതമാനം സ്ത്രീകളാണ് കുഴപ്പക്കാർ. ഇന്നും അന്നും നമ്മളതാ പറയുന്നത്. എല്ലാവരും അല്ല മാഡം, കുറച്ച് വിഭാഗം മാത്രമേ സ്ത്രീകൾ കുഴപ്പക്കാർ. ഞാൻ പറയുന്നത് കുറച്ച് വിഭാഗമല്ല, പുരുഷവർഗത്തിൽപ്പെട്ട എല്ലാ എണ്ണവും കുഴപ്പമാണ്. പുരുഷന്മാരെ കുഴപ്പമെന്നാണ് മാഡം പറയുന്നത്. അത് മാഡത്തിന് വിവരം ഇല്ലാത്തോണ്ട് പറയുന്നതാണ്. പുരുഷവർഗത്തിൽ അല്ലല്ല, മര്യാദയ്ക്ക് സംസാരിക്കണം. എനിക്ക് ഈ അല്ല, ഞാനത് നിങ്ങളെ മര്യാദയ്ക്കാ സംസാരിച്ചത്. വലിയ താല്പര്യമില്ല സംസാരിക്കാൻ. മര്യാദയ്ക്കാണ് സംസാരിച്ചത്. ഒരുമാതിരി അല്ല, നിങ്ങൾ കൈ ചൂണ്ടുന്ന അല്ലല്ല, രണ്ടുപേരും അടിമത്തത്തിൽ. നിങ്ങൾ എന്റെ വീട്ടിലിരുന്നവർ എന്തിനു പറഞ്ഞു? വീട്ടിലിരുന്നവർ നിങ്ങൾ എന്തിനു പറഞ്ഞു? അല്ലല്ല, എന്റെ വീട്ടിലിരുന്നവർ നിങ്ങൾ പറയണ്ട എന്തിനു പറഞ്ഞു? നിങ്ങൾ വീട്ടിലിരുന്നവരെ നിങ്ങൾ എന്തിനു പറഞ്ഞു?
എന്തിനു പറഞ്ഞു നിങ്ങൾ വീട്ടിൽ ഇരുന്ന്? നമുക്ക് ചർച്ച അവസാനിപ്പിക്കാം. ഇവിടെ കയ്യാങ്കളി തുടങ്ങിയിരിക്കണം. നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം. ബൈ.